അപ്പോൾ നമ്മുടെ ഈ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്, ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്. LDL HDL എന്ന് പറയും. LDL മീൻസ് ബാഡ് കൊളസ്ട്രോൾ ആണ്. സോ അതാണ് കൂടാതിരിക്കാൻ നോക്കേണ്ടത്. നമ്മൾ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 3 months വൺസ് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 months വൺസ് ആദ്യം നോക്കുക, അല്ലെങ്കിൽ ഇയർലി ആദ്യം നോക്കുക. എപ്പോഴെങ്കിലും ഒരു വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ 6 months വൺ നോക്കുക. അത് കഴിഞ്ഞ് പിന്നെയും അതിൽ വ്യത്യാസം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ 3 months കൂടുമ്പോൾ നോക്കുക. വളരെ കൂടുതലാണ്, അതായത് 200 ആണ് ബ്ലഡിൽ നമ്മളെ കൊളസ്ട്രോളിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ആ 200 എന്നുള്ളതിന് എബോവ് പോയിട്ടുണ്ടെങ്കിൽ മന്ത്ലി നോക്കി അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കുറയുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്ത് അത് കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, 3 months വൺസ് നോക്കുക. ആ ഒരു രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണം. പിന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള കാര്യം, എപ്പോഴും എല്ലാവരും ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമേ നോക്കാറുള്ളൂ. ഇപ്പോൾ ഏകദേശം കോമൺ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം കൊളസ്ട്രോൾ നോക്കണം എന്നേ ചെന്ന് പറയുള്ളൂ. അങ്ങനെയല്ല, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കണം എന്ന് തന്നെ പോയി പറയണം. അതിൽ നമുക്ക് നല്ല കൊളസ്ട്രോൾ ആണോ കൂടി നിൽക്കുന്നത്, ചീത്ത കൊളസ്ട്രോൾ ആണോ അതറിയാൻ കഴിയും. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്, അതായത് ഫാറ്റിൻ്റെ സംഭവങ്ങളെല്ലാം ഇതിൽ കൂടി നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കൂടിയിട്ടുണ്ടെങ്കിലും അത് ഹാർട്ട് അറ്റാക്കിനൊരു വലിയൊരു കാരണമാണ്. അപ്പം അതും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ 2 കാര്യങ്ങളും നമ്മൾ നോക്കി തന്നെ മുന്നോട്ട് പോകണം. അതിന് ലിപ്പിഡ് പ്രൊഫൈലായിട്ട് തന്നെ നോക്കണം. കൂടി നിൽക്കുന്ന സംഭവം കുറഞ്ഞോ എന്നറിയാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ, നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ 3 months കൂടുമ്പോൾ നമ്മൾ നോക്കുന്നത് ടോട്ടലായിട്ട് തന്നെ നോക്കി പോവുക.